ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി വാസ്തുശാസ്ത്രം. ദേവാമൃതം. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തരുവാനായി പ്രമുഖ വാസ്തു ജ്യോതിഷ ആചാര്യൻ ശ്രീ ഡെന്നിസ് ജോയ് എത്തിച്ചേർന്നിട്ടുണ്ട്. വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് ബഹുമാനപ്പെട്ട ഡെന്നിസ് ജോയ് സാറിന് 2 വർഷം മുൻപ് 12 സെൻറ്റ് സ്ഥലം വാങ്ങി വീട് പണി ആരംഭിച്ചതാണ്. 1.5 വർഷം കൊണ്ട് പണി പൂർത്തിയാക്കി കയറി താമസിച്ചു. പക്ഷേ അതിനുശേഷം എൻ്റെ തൊഴിൽ നഷ്ടപ്പെട്ടു. വിദേശത്തായിരുന്ന ഞാൻ ഇപ്പോൾ എത്ര ശ്രമിച്ചിട്ടും തിരികെ പോകാൻ സാധിക്കാതെ വിഷമിക്കുന്നു. ഫോണിൽ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ടാണ് ഈ കത്ത് അയക്കുന്നത്. ദയവായി മറുപടി തന്ന് സഹായിക്കണം. ഈ ഒരു വീടിൻ്റെ പ്ലാൻ എടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു വാസ്തു അനുസരിച്ചൊരു പ്ലാൻ വരയ്ക്കുമ്പോൾ അതിന് ഓരോ ദിക്കിലും വരേണ്ടതായ സ്ഥാനങ്ങളുണ്ട്. കാരണം ബെഡ്റൂമിൻ്റെ സ്ഥാനങ്ങളുണ്ട്, അല്ലെങ്കിൽ കിച്ചണിൻ്റെ സ്ഥാനമുണ്ട്, സ്റ്റോർ റൂമിൻ്റെ സ്ഥാനമുണ്ട്, സിറ്റ് ഔട്ട് അല്ലെങ്കിൽ ടോയ്ലറ്റ്, ഇതിനെല്ലാം കൃത്യമായിട്ടുള്ളൊരു സ്ഥാനം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ പ്ലാൻ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടൊരു ടോയ്ലറ്റ് വരുന്നുണ്ട്. കാരണം നോർത്ത് ഈസ്റ്റ് പോർഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഭാഗത്ത് വേണമെങ്കിൽ നമുക്കൊരു പൂജാമുറി നമുക്ക് സ്ഥാപിക്കാൻ പറ്റും, അല്ലെങ്കിൽ കിച്ചൺ നമുക്ക് സ്ഥാപിക്കാൻ പറ്റും. പക്ഷേ അവിടെ നമ്മുടെ ഒരു ടോയ്ലറ്റ് പോലെ ഉള്ള ഒരു സംഭവങ്ങൾ, അല്ലെങ്കിൽ ഒരു ടോയ്ലറ്റോ അല്ലെങ്കിൽ മലിനമായി കിടക്കുന്ന യാതൊരു സാധനങ്ങളും നമുക്ക് ആ ഭാഗത്ത് സ്ഥാപിക്കാൻ പാടില്ല. ചിലപ്പോൾ സെപ്റ്റി ടാങ്കോ അല്ലെങ്കിൽ ടോയ്ലറ്റോ ആ ഭാഗത്ത് വരുന്നത് ആ വീടിനകത്തോട്ട് കടന്നു വരുന്ന എനർജി അത് നെഗറ്റീവായി പോകും. കാരണം ഭൂമി കറങ്ങുന്നത് തന്നെ കിഴക്കുവടക്ക് ഭാഗത്തോട്ട് ചരിഞ്ഞാണ്. അപ്പോൾ കിഴക്കുവടക്ക് മൂലയിൽ നിന്ന് കന്നിമൂലയിലോട്ട്, അതായത് തെക്ക് പടിഞ്ഞാറ് മൂലയിലേക്ക് ഒരു എനർജി പാസ് ചെയ്യുന്നതാണ്. അപ്പം ഈ കിഴക്കുവടക്ക് ഭാഗത്ത് ഇതുപോലെ ഒരു ടോയ്ലറ്റ് വന്നു കഴിയുമ്പോൾ ആ വീടിനകത്തോട്ട് വരുന്ന എനർജി മൊത്തം മലിനമായിരിക്കാം. അപ്പോൾ ഇതിനകത്ത് ഈ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ക്ഷീണങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. രണ്ടാമത്തെ ഒരു കാര്യം വെച്ചാൽ ഈ വീടിനകത്തോട്ട് കടന്നു വരുന്ന എനർജി നെഗറ്റീവ് ആകുമ്പോഴത്തേക്ക് അത് ഓരോ ആൾക്കാർക്കും വ്യത്യസ്തമായിട്ടുള്ള ഒരു മൂഡായിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. ചിലപ്പം ഈ പറഞ്ഞ പോലെ നമുക്ക് തൊഴിൽ ചെയ്യണം എന്നുള്ള ആഗ്രഹം തന്നെ ഇല്ലാതായി പോകാം. പഠിക്കുന്ന പിള്ളേർക്കാണെന്നുണ്ടെങ്കിൽ ചിലപ്പം പഠിക്കണം എന്നുള്ള ടെൻഡൻസി നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പോകാം. അപ്പോൾ ഓരോ ആൾക്കാർക്കും ബാധിക്കുന്നത് ഓരോ രീതിയിലൂടാവാം. അപ്പം കിഴക്കുവടക്ക് ഭാഗത്തുള്ള ഈ ഒരു ടോയ്ലറ്റ് പൂർണ്ണമായിട്ട് അവിടുന്ന് മാറ്റുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പൊളിച്ച് കളയണമെന്നൊന്നുമില്ല. ടോയ്ലറ്റ് ക്ലോസറ്റെല്ലാം എടുത്ത് മാറ്റിയ ശേഷം അത് ഉപയോഗിക്കാതിരിക്കുന്നാൽ ഈ ഒരു വിഷയങ്ങൾ തീരും. രണ്ടാമത്തെ ഒരു വിഷയം വെച്ചാൽ ഈ വസ്തുവിൻ്റെ നമ്മുടെ പ്ലാൻ എടുക്കുന്ന സമയത്ത് ഈ വസ്തുവിൻ്റെ തെക്ക് ഭാഗം കിഴക്ക് ദിക്കിലേക്ക് നീണ്ടിരിക്കുന്ന ഒരു വസ്തുവായിട്ടാണ് കാണുന്നത്. അപ്പം ഇതിനകത്ത് താമസിക്കുന്ന സമയത്ത് നമുക്ക് പൈസ വന്നും പോയി നിൽക്കും. കാരണം വെച്ചാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ നല്ല രീതിയിൽ ചിലപ്പോൾ ഒരു ബിസിനസ് ഒരു മാസം നല്ല കാശ് വന്നിരിക്കാം, ചിലപ്പോൾ അടുത്ത മാസം ചിലപ്പോൾ ഒരു വരവും നമുക്ക് ഉണ്ടാവണമെന്നില്ല. നമുക്കൊരു സ്റ്റഡി ആവില്ല നമ്മുടെ ഒരു തൊഴിൽ മേഖല. കാരണം പൈസ വന്നും പോയി നിൽക്കും, നമുക്ക് ഒരിക്കലും നമുക്കൊരു സമ്പാദ്യമോ അല്ലെങ്കിൽ ഒരു മിച്ചം വെക്കാനോ ഒന്നും സാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് പോകാം. അതുപോലെ ഇതിൽ താമസിക്കുന്ന പുരുഷന്മാർക്ക് അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഈ തെക്ക് ഭാഗം കിഴക്ക് ദിക്കിലേക്ക് നീണ്ടിരിക്കുന്ന പോർഷൻ ഒരു ബേസിക് ഫൗണ്ടേഷൻ കിട്ടി അത് സ്ക്വയർ ചെയ്തെടുക്കുക. അതുപോലെ ഈ വീടിൻ്റെ വടക്കോട്ടാണ് ദർശനമായിട്ട് കാണുന്നത്. അപ്പോൾ വടക്കോട്ട് ദർശനമായിട്ട് വരുമ്പോൾ ഇതിൻ്റെ തെക്ക് കിഴക്ക് പോർഷൻ മിസ്സിംഗ് ആയിട്ട് വരുന്നുണ്ട്. കാരണം തെക്ക് കിഴക്ക് പോർഷൻ എന്ന് പറഞ്ഞാൽ, കാരണം വടക്കോട്ട് ദർശനമായിട്ട് നിൽക്കുന്ന ഒരു വീടിൻ്റെ തെക്ക് കിഴക്ക് മൂല ഇതിനകത്ത് തൊഴിലിൻ്റെ പോർഷനായിട്ടാണ് കാണുന്നത്. കാരണം വെച്ചാൽ തൊഴിലിൻ്റെ പോർഷൻ ഇതിനകത്ത് കട്ട് ചെയ്ത് പോയിരിക്കാമെന്ന് പറയും. കാരണം വെച്ചാൽ ഈ ഒരു വീട്ടിൽ നമ്മൾ താമസിച്ച് കഴിയുമ്പോൾ നമുക്ക് തൊഴിൽപരമായിട്ടുള്ള ഒരു പുരോഗമനം ഉണ്ടാവണമെന്നില്ല. ചിലപ്പം ഗവൺമെൻറ് സർവീസിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് ഈ വീട്ടിൽ താമസിക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഒരു പ്രൊമോഷനോ കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് കിട്ടണമെന്നില്ല. ചിലപ്പം എന്തെങ്കിലും പണിഷ്മെൻ്റൊക്കെ കിട്ടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. രണ്ടാമത്തെ ഒരു കാര്യം വെച്ചാൽ ഇപ്പോൾ ബിസിനസ് ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ പ്രൈവറ്റായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് തൊഴിൽ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വന്നുകൊണ്ടേയിരിക്കാം. അപ്പം തെക്ക് കിഴക്ക് ഭാഗം അങ്ങ് സ്ക്വയർ ചെയ്തെടുത്താൽ ആ ഒരു വിഷയം മാറിക്കിട്ടും. അതുപോലെ തെക്ക് ഭാഗത്തായിട്ടൊരു കിണർ കാണുന്നുണ്ട്. കാരണം തെക്ക് ഭാഗം എന്ന് പറയുന്നത് അഗ്നിയുടെ കോണാണ്. കാരണം അഗ്നിയുടെ ഭാഗത്ത് വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല. കാരണം കിണർ പോലെയുള്ള ഒരു സംഭവം അവിടെ വന്നു കഴിയുമ്പോൾ അത്രയും ഭൂമിക്കടിയിലെ വെയിറ്റ് കുറയുന്നുണ്ട്. രണ്ടാമത് അത്രയും ക്വാണ്ടിറ്റി വെള്ളം അവിടെ കെട്ടിക്കിടക്കുന്നുണ്ട്. കാരണം അത്രയും വെള്ളം അവിടെ കെട്ടിക്കിടക്കുമ്പം നമുക്ക് സാമ്പത്തികപരമായിട്ട് കടങ്ങളും ബാധ്യതകളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുപോലെ സ്ത്രീകളുടെ ആരോഗ്യത്തിനൊക്കെ അത് ദോഷമായി ഭവിക്കും എന്ന് വാസ്തുവിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ക്ലിയർ ചെയ്യണം. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇപ്പോൾ ഈ കിണർ നമുക്ക് മാറ്റാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം വെച്ചാൽ ചില സമയത്ത് ചില സ്ഥലങ്ങളിലൊക്കെ കിണർ കുഴിച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്തല്ലാതെ വേറെ ഒരു ഭാഗത്തും വെള്ളം കാണണമെന്നില്ല. അപ്പോൾ ഈ ഒരു പ്രശ്നം വെച്ചാൽ ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ ചിലപ്പോൾ റോങ് സൈഡിലായിട്ടായിരിക്കാം കിണർ നിൽക്കുന്നത്. ചിലപ്പോൾ കന്നിമൂലയ്ക്കായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ തെക്കേടൊക്കെയായിരിക്കാം, ചിലപ്പോൾ വടക്ക് പടിഞ്ഞാറായിരിക്കാം. പക്ഷേ ഇത് കംപ്ലൈൻ്റ് ആണ് എന്ന് നമ്മൾ പറഞ്ഞാൽ അവർക്കത് മനസ്സിലായെങ്കിൽ പോലും ഇവർക്ക് വേറെ ഒരു സ്ഥലത്തും വെള്ളം കാണാത്ത അവസ്ഥ ഉണ്ടാവും. കാരണം ആ ഒരു ഭാഗത്ത് എങ്ങും വെള്ളം ഉണ്ടാവില്ല. ആകെ കിട്ടുന്നത് ഈ റോങ് സൈഡിലെ വെള്ളമായിരിക്കും.
അപ്പോൾ ഒരിക്കലും ഇവർക്കിത് മൂടാനും പറ്റില്ല. ഇവർക്ക് ഇതിനകത്തുള്ള ഒരു മോചനം കിട്ടാനുള്ള സാധ്യത കുറവേ ചെയ്യും. കാരണം വെച്ചാൽ റോങ് സൈഡിൽ നിൽക്കുന്നതുകൊണ്ട് ഈ ഒരു വിഷയം ഇവർ അനുഭവിക്കുക എന്നുള്ളത് ഇവരുടെ തലയിലെഴുത്തു കൂടെ ആവാം. അപ്പോൾ ഇവർക്ക് വേറൊരു സ്ഥലത്തോട്ട് മാറ്റി ഇത് കിണർ കുടിക്കാനുള്ള സാഹചര്യം ഇല്ലാത്ത അവസ്ഥ വരുമ്പോൾ ഇവരിത് അനുഭവിക്കേണ്ട അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ ഇവർക്ക് എന്തായാലും കിണറും സ്ഥലവും തമ്മിൽ കുറച്ച് ഗ്യാപ്പുണ്ട്. അപ്പോൾ ഇതിനെ ഒരു മതിൽ കെട്ടി ഇതിനെ പുറത്താക്കുകയാണെങ്കിൽ ആ ഒരു വിഷയം പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. അതുപോലെ മെയിൻ ഡോറിൻ്റെ സ്ഥാനം മദ്യം വിട്ട് നോർത്ത് ഈസ്റ്റിലേക്ക് ആക്കുകയാണെങ്കിൽ ഉത്തമമായിട്ടുള്ള സ്ഥാനത്താവും. അതുപോലെ ചുറ്റളവ് 110 സെൻറ്റിമീറ്റർ കൂടി കൂട്ടിയെടുത്താൽ കൃത്യമായിട്ടുള്ളൊരു ചുറ്റിലേക്ക് വരും. പക്ഷേ ഇതിനകത്ത് വീടിന് വെളിയിലുള്ള ചുറ്റളവും തെറ്റാണ്, വീടിനകത്തുള്ള മുറികളുടെ അളവും തെറ്റാണ്. അപ്പം വെളിയിലുള്ള ചുറ്റളവ് ഇവർ കൃത്യമാക്കുക. കാരണം മുറിക്കകത്തെ ചുറ്റളവ് നമ്മൾ കൃത്യമാക്കുമ്പോൾ ഒരു കുഴപ്പം വെച്ചാൽ ഇപ്പം ഭിത്തിയുടെ അളവ് മാത്രം മാറ്റിയാലും നമുക്ക് പ്രയോജനമില്ല. കാരണം ഇതിനടിയിൽ ബേസിക് ഫൗണ്ടേഷൻ്റെ കല്ല് പോയിരിക്കുന്നതുകൊണ്ട് മുറിക്കകത്തെ ഭിത്തി മാത്രം നമുക്ക് ഇളക്കി മാറ്റിയെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രയോജനം ഉണ്ടാവില്ല. അപ്പം ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഫെങ്ഷുയി പ്രകാരം ഇതിനകത്ത് റീഅറേഞ്ച്മെൻറ്റ് ചെയ്യുവാണെങ്കിൽ ചുറ്റളവ് മാറ്റാതെ തന്നെ അതിൻ്റെ ഗുണഫലങ്ങൾ ഇവർക്ക് കിട്ടും. പക്ഷേ വെളിയിലോട്ടൊരു 110 സെൻറ്റിമീറ്റർ കൂടി ഇവർ കൂട്ടിയെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഗുണാനുഭവങ്ങൾ ഇവർക്ക് പെട്ടെന്ന് കിട്ടും, നല്ലൊരു ചുറ്റളവിലേക്ക് മാറി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ കിണറിനെ എത്രയും പെട്ടെന്ന് മതിലേറ്റി പുറത്താക്കുക. കിഴക്ക് ഭാഗത്തേക്ക് നീണ്ടിരിക്കുന്ന സ്ഥലം ബേസിക് ഫൗണ്ടേഷൻ കെട്ടി സ്ക്വയർ ചെയ്തെടുക്കുക. കിഴക്ക് ഭാഗത്തെ ടോയ്ലറ്റ് മാറ്റുക. അപ്പോൾ അതുപോലെ ഇതിൻ്റെ തെക്ക് ഭാഗം വീടിൻ്റെ മിസ്സിംഗ് കോർണറായിട്ട് കാണുന്നുണ്ട്. ആ ഒരു ഭാഗവും ബേസിക് ഫൗണ്ടേഷൻ കെട്ടി സ്ക്വയർ ചെയ്തെടുത്താൽ വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പൂർണ്ണമായിട്ടും മാറിക്കിട്ടുകയും ചെയ്യും. അതിൻ്റെ ഗുണഫലങ്ങൾ പെട്ടെന്ന് അവർക്ക് അനുഭവത്തിലേക്ക് വരികയും ചെയ്യും. വാസ്തുശാസ്ത്രത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ ശ്രീ ഡെന്നിസ് ജോയിൽ നിന്ന് അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്. ദേവാമൃതം